കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് സുഖമില്ലാത്തത് കാരണവും ഞാൻ ഹോസ്പിറ്റലിലായിരുന്നൊക്കെ കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം പൊന്നു രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാൻ എണീക്കുന്നതിന് മുൻപേ തന്നെ എല്ലാം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടും അവൾ എണീറ്റില്ല. അവൾക്ക് തീരെ വയ്യ, പാവം വീണ് പോയി. ഇത്രയും ദിവസത്തെ സമയം ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞ്, എന്നിട്ടും അവൾ എണീക്കുന്നില്ല. അവളെ കയറിയത് ഞാനും എന്നെ കയറിയത് അവളും സൈഡായി. ഇന്നലെ തലേ ദിവസം തന്നെ കിച്ചണൊക്കെ നീറ്റ് ആൻഡ് ക്ലീനാക്കി എല്ലാ പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി ഉണങ്ങാനൊക്കെ വെച്ചു. എല്ലാം ഒന്നില്ലാതെ ഇതാക്കിയിട്ട് സ്ലാബ് എല്ലാം ക്ലീൻ ചെയ്തു. ഫുൾ ഡ്രൈ ആയതിന് ശേഷമേ ഞാൻ കബോർഡിൽ പൊതുവേ പാത്രങ്ങൾ വയ്ക്കാറുള്ളൂ. ഞാനൊരു കവർ പാലെടുത്ത് ചായ ഇടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് ഫുഡിന് മുൻപ് കഷായമുണ്ട്, അപ്പോൾ അത് കുടിക്കണം. അപ്പോൾ എന്താ പെട്ടു ഗെയ്സ്, ഞാൻ ഇത്രയും ദിവസം അവളായിരുന്നു എനിക്ക് കഷായം എടുത്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ എന്തൊക്കെയായാലും മിക്സ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ വേണ്ട പറഞ്ഞു തന്നാൽ മതി. ഇതിൽ എന്തെങ്കിലും വേറെ ഇടാനുണ്ടോ? ഇതിൽ രാവിലെ ഇടാനുണ്ടോ? പൊന്നുമ്മച്ചി പറഞ്ഞിട്ട് എണീച്ചില്ല. അത് കാരണം ഇത് കിടക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കിടന്നിട്ട് ഇങ്ങനെ 4 ചുറ്റും ഇങ്ങനെ കൊച്ചു മക്കളെ പോലെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വട്ടം ചുറ്റും. ഇതിലേതോ പൗഡറൊക്കെ അതിൽ മിക്സ് ചെയ്യണം. പക്ഷേ അവൾ എന്നെ സമ്മതിക്കാത്തത് കൊണ്ട് അവൾ തന്നെ ഒറ്റയ്ക്ക് ഇതെല്ലാം എനിക്ക് എടുത്തു തരും. ഇതൊക്കെ എൻ്റെ ടാബ്ലറ്റ്സ് ആട്ടോ. ഏകദേശം കഴിഞ്ഞു, ഇതെല്ലാം ഫുള്ളായിരുന്നു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ അവൾ വന്നിട്ട് എനിക്ക് എടുത്ത് തന്നു. ശരിക്കും നമ്മളുടെ അമ്മമാർ കെയർ ചെയ്യുന്ന പോലെ തന്നെ അവൾ കെയർ ചെയ്തുകൊണ്ടേ ഇരുന്നത്. ഇത് 2 ദിവസമായിട്ടോ ഇതിങ്ങനെ താഴോട്ട് പോകുന്നില്ല. കാരണം ഇതിൻ്റെ ഹോള് ചെറുതും ഈ കാല് വലുതും ആയതുകൊണ്ട് നല്ല പെയിനും ഉണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത രീതിയിലെ പെയിൻ. ഞാൻ വിചാരിച്ചെന്നാൽ ഒരു ചായ ഇടാം, മുഖമൊക്കെ വല്ലാണ്ടിരിക്കണം. എനിക്ക് പെയിൻ ഉള്ളത് കാരണം ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാൻ പറ്റുന്നില്ല. അപ്പോൾ മുഖത്ത് അതുകൊണ്ട് എണ്ണമയം, എൻ്റെ ഒരു കുറച്ച് ഓയിലി ഫീൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് ലീഫാട്ടോ. ഞാൻ പണ്ട് തൊട്ട് വർഷങ്ങളായിട്ട് ലീഫാണ് യൂസ് ചെയ്യുന്നത്, പൗഡറിനെക്കാട്ടി. പൗഡർ യൂസ് ചെയ്യും, പക്ഷേ ലീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം എന്താ ചായ പാലിങ്ങനെ തിളച്ചു. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പൊടിയൊക്കെ ഇട്ട് മനസ്സിൽ 100 കൂട്ടം കാര്യങ്ങളിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങൾ നമുക്ക് അതിജീവിച്ച് പോകാമെന്ന് പറയണ വലിയ ബുദ്ധിമുട്ടാന്നേ. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ ഇത്രയും കടന്ന് കഷ്ടപ്പെട്ടു. ഞാൻ 2-3 വർഷത്തിന് മുൻപേയൊക്കെ ഞാൻ പണിക്കാരുമായിട്ട് ഇവിടെ അതൊന്നും ഇതൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഞാൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച കാര്യങ്ങളായിരുന്നു. എൻ്റെ കഴിഞ്ഞ 2 വർഷം സത്യത്തിൽ വേസ്റ്റായി പോയി, അൾട്ര വേസ്റ്റായി പോയി എന്ന് തന്നെ പറയാം. അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് ഈ മൂക്കൂത്തി. കുറച്ചുകൂടി താഴാനുണ്ട്, പക്ഷേ ഞാൻ ഉപ്പും എണ്ണയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക 2 ദിവസമായിട്ട്. ഏകദേശം ഒരു 1-1.5 മണിയായിട്ടോ. നമ്മൾ 2 പേരും ലേറ്റായി എണീറ്റത്. കാരണം അവൾക്കും വയ്യ, എനിക്കും വയ്യായിരുന്നു. നല്ല വെയിൽ, പുറത്തുനിന്ന് മഴയില്ലാത്തത് കാരണം ഭയങ്കര വെയിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ അന്നൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. 2 വർഷം മുൻപ് ഇതുപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ശരിക്കും മൊത്തത്തിൽ എൻ്റെ എക്സ് ലവർ പറയും പോലെ ഹൈജാക്ക് പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. നല്ല കാറ്റാണ്, പുറത്തുനിന്ന് വെയിലും ഉണ്ട്. അതുപോലെ തന്നെ ഇത് 17ാമത്തെ നിലയാണ്. ഞാൻ 11 വർഷമായിട്ട് ഈ കോമ്പൗണ്ടിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. കൊറോണ പേഷ്യൻസിന് കുറച്ച് ദിവസം ഞാൻ 2 വർഷത്തോളം അവർക്ക് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇൻറ്റീരിയർ 2 വർഷം, അത് കഴിഞ്ഞ ശേഷം ഞാൻ താമസിച്ച 2 വർഷം. പക്ഷേ ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇവിടെ അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി എന്നുള്ളത്. ഇത് നമ്മളുടെ എൻ്റെ ബെഡ്റൂമിന് പുറത്തുള്ള വ്യൂ. അപ്പം ഞാൻ കുറച്ച് ഈ വൻപയറില്ലേ, അപ്പം പെരുംപയർ, അതിനെ വെള്ളത്തിൽ ഇടിയിപ്പിച്ചിട്ടുണ്ട് പൊന്നോട് പറഞ്ഞിട്ട്. അങ്ങനെ മത്തങ്ങയും ഇതും കൂടി വേവിച്ച് വെച്ച പയറിലോട്ടിട്ടു. എന്നിട്ട് 2 വിസിലും കൂടി അടുപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വാങ്ങി വെച്ചിരുന്ന മീനുണ്ടായിരുന്നു. 2-3 ആഴ്ചത്തേക്ക് ശേഷമാണ് നമ്മളിവിടെ മീൻ മേടിക്കും. 1 മാസത്തിന് ശേഷമാണ് വേണമെങ്കിൽ പറയാം. ഹോസ്പിറ്റലായ ശേഷം പിന്നെ മീനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം നല്ല മത്തി കണ്ടു. പിന്നെ അതുപോലെ തന്നെ പൊന്നുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോൺസും. ഞാൻ പൊതുവേ സാധാരണ ഇതുപോലെ മീൻ പൊരിക്കുന്നതിന് മുൻപ് ഇതുപോലെ കറിവേപ്പിലയും ഉലുവയൊക്കെ ഇടാറുണ്ട്. ഒരടപ്പെടുത്തിട്ട് അടച്ചാൽ മതി. ഇതിൻ്റെ തന്നെ അതല്ല, വേറെ അടുപ്പെടുക്ക്. അത് എല്ലാത്തിലും കൂടെ ഈ എണ്ണ ആക്കണ്ട. കറിവേപ്പിലയില്ല. മത്തൻ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് മിക്സിയിൽ അടിക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് മറിച്ചിടാറായി. ശരിക്കും നാടൻ ഭക്ഷണം കാണുമ്പോൾ മിക്കുള്ളവർക്ക് നാവിൽ കൊതി ഊറൂലേ. മീൻ ഏകദേശം റെഡിയായി വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പും റെഡിയായി. ആ സമയം കൊണ്ട് കടുക് പൊട്ടിച്ചു കേട്ടോ. മത്തനും പയറും കൂടി നന്നായിട്ട് ഉടച്ചു. നല്ല ഉടച്ചിട്ടാണ് ഞാൻ അതിലോട്ടാണ് ഇത് ഇടിക്കുന്നത്. ഈ സ്പൂണിൻ്റെ ഇത് വെച്ച് തന്നെയാണ് ഉടയ്ക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് അതിൽ അരപ്പെല്ലാം കൂടി ഇട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, അല്ലെങ്കിൽ ഈ മിക്സിയിൽ മുഴുവൻ മഞ്ഞയുടെ കളറായിരിക്കും. കാരണം ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അതുകൊണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചപ്പോഴത്തേക്കും ആ കടുക് പൊട്ടിച്ചതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളവും തേങ്ങയും കൂടെ മാറിപ്പോകുമെന്ന് പറയും. നല്ല ചോറ്, അത് ഇന്നലത്തെയും ഇത് ഇന്നത്തെയും. അത് കഴിഞ്ഞിട്ട് മത്തി വറുത്തത്, പ്രോൺസ് വറുത്തത്, മുരിങ്ങയില തോരൻ, അത് കഴിഞ്ഞിട്ട് ചീരത്തോരൻ, അത് കഴിഞ്ഞിട്ട് അമരപ്പയർ ഉപ്പേരി, അങ്ങനെ പിന്നെ നമ്മളുടെ എരിശ്ശേരി, മത്തനും പയറും എരിശ്ശേരി. ഈ പുറത്തുള്ളവർക്കും പ്രവാസികൾക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലായിരിക്കുമല്ലേ നാടൻ ഫുഡ് കാണുമ്പോഴത്തേക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം, അവരുടെ കയ്യിൽ നിന്ന് വെച്ച് വിളമ്പുന്ന ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം. ഈ പൊന്നു പാവോട്ടോ വയ്യെങ്കിലും ഞാൻ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് എല്ലാം കഴുകി വെച്ചു. ഇനി ഫ്ലോറും കൂടെ ക്ലീൻ ചെയ്താൽ മതി. അയ്യോ, എത്രയോ ദിവസമായി, 2-3 ആഴ്ചയ്ക്ക് മുമ്പേ മേടിച്ചതാട്ടോ. ഇന്ന് ഞാനത് നടണമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളുടെ ബാൽക്കണിക്ക് പുറത്ത്, നമ്മൾ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ സന്ധ്യ സമയങ്ങളിൽ ഇതാണ് കേട്ടോ. ഇതുപോലെയാണ്. എന്തൊരു ഭയങ്കര കാമാൻ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്നറിയാം. അങ്ങനെ ഞാനത് അവിടെ കുത്തി വെച്ചു. ഒറ്റ പ്രാവശ്യം പോലും നമുക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും കാണുന്നു. ആ കഴിഞ്ഞ പ്രാവശ്യം നല്ല വലുപ്പത്തിൽ വന്നതായിരുന്നു. അപ്പോഴത്തേക്ക് നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഇതാക്കിപ്പോയി. നമ്മുടെ തക്കാളിയുടെ തൈ പൊട്ടിപ്പോയി ഡിയേഴ്സ്. നീ കളിച്ചാലും കളിച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോയി, അത് ഒടിഞ്ഞു പോയി. ആറ്റുനോറ്റ് കാത്തിരുന്നുണ്ടാക്കിയത് ഭയങ്കര സങ്കടമായി.